ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസം ഞാൻ എൻ്റെ വീട്ടിലും പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും അങ്ങനെ മാറി മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വന്ന അന്ന് മുതൽ ഞാൻ അമ്മൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നമുക്കൊന്ന് കോഴിക്കോട് കറങ്ങാൻ പോകണം, കുറച്ച് സാധനങ്ങൾ ഇനി വാങ്ങാനുണ്ട്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഓരോ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റാതെ അങ്ങനെ ദിവസങ്ങൾ നീങ്ങി. ഇപ്പം ഞാൻ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാൻ നിൽക്കുകയാണ്, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തിരിച്ച് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല, മഴയായാലും വേണ്ടില്ല, വെയിലായാലും വേണ്ടില്ല, എന്ന് തന്നെ പോകാമെന്ന് വെച്ചിരിക്കുകയാണ്. രാവിലെ ചെറിയൊരു വെയിലിൻ്റെ നാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ മൂടലും മഴേൻ്റെ കോളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ സിറ്റ് ഔട്ടിൽ വന്ന് നോക്കിയപ്പോൾ നിറയെ നായ്ക്കളും പൂച്ചകളൊക്കെ കയറിയിട്ട് അങ്ങനെ അലമ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുമ്പോൾ നമ്മളെ മോപ്പ് അഴുക്കാവുമല്ലോ, ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് സിറ്റ് ഔട്ട് ഞാനൊന്ന് വൈപ്പ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോഴേക്കും അമ്മ കിച്ചണിലൊക്കെ കയറിയിട്ട് ചായക്കടിയും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെക്കണം. അമ്മമ്മ ഇവിടെ ഉണ്ട്, അച്ഛനും അനിയനൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ. ഞങ്ങളൊരു 10 മണിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ. ചെറുപയർ കറി നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കൽ? അമ്മ ഇവിടെ എന്താ പറയുക, പച്ചക്കായൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പം നല്ല വേറൊരു ടേസ്റ്റാണ് പച്ചക്കായ ഇടുമ്പോൾ. ഒന്ന് കഴിഞ്ഞ് ഒന്ന് വേഗം പണി തീർത്താലല്ലേ ഉള്ളൂ, ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് ചെറുപയർ ഉണ്ടാക്കി അതേ കുക്കറിൽ തന്നെ മമ്പയർ വേവിക്കുന്നുണ്ട് അമ്മ. മമ്പയറും മത്തനും കൂടെ ഉള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അമ്മക്ക് ഞാൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതേപോലെ ഒന്ന് ഫ്രീ ആയിട്ട് പുറത്തു പോകാൻ പറ്റുക. പിന്നെ ആണുങ്ങളെ കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ആ മക്കളെ കൂടെ ഭർത്താവിൻ്റെ കൂടെ ഒക്കെ പോകുമ്പോൾ സാധാരണ എല്ലായിടത്തുള്ള പോലെ തന്നെ അവർ വേഗം ചൂടിളകിയിട്ട് പോരും. ചൂടിളകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സമാധാനത്തോടെ സാധനം വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോരുന്ന പരിപാടി ആണുങ്ങളെ കൂടെ പോയാൽ ഉണ്ടാവില്ല. അതിന് നമ്മൾ പെണ്ണുങ്ങൾ തന്നെ സെറ്റായിട്ട് പോകണം. അപ്പോൾ അമ്മ കുറേ ദിവസമായി അമ്മമ്മ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് കെട്ടി മറിഞ്ഞ് ആകെ ഒരു ഇതായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു റിലാക്സും കൂടെ ആവുമല്ലോ വെച്ചിട്ടാണ് ഇന്ന് പോണത്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഉപ്പേരിക്കുള്ളതും മത്തൻ തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കുകയാണ്. ഇത് ഈ വഴുതനങ്ങയും വെണ്ടയ്ക്ക ഇട്ടിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉപ്പേരിയാണ്. അതൊന്നും വലിയ ഇഷ്ടമല്ല ആർക്കും, എന്നാലും എന്തെങ്കിലും ഒന്ന് തൊട്ട് കൂട്ടാൻ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ അത്. അങ്ങനെ മത്തനും മമ്പയറും കറിയാക്കി ഉപ്പേരിയായി. മേലൊഴുകി വന്നതിൻ്റെ ശേഷം പിന്നെ ഞാൻ ചായ കുടിക്കാൻ പോയത്. അപ്പം പുട്ടും ചെറുപയർ കറിയും കുറേ കാലമായി. പിന്നെ പ്രത്യേകിച്ച് അമ്മേൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലല്ലേ. പുട്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിട്ട് എന്താ കാര്യം, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ കുഴച്ചപ്പല്ലേ ഒട്ടി നിൽക്കുക. കാരണം ഇത്തവണത്തെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പച്ചരി ഇങ്ങനെയാണ് എല്ലായിടത്തും. ഇവിടുത്തെ ഏട്ടൻ്റെ വീട്ടിൽ അമ്മയും പറഞ്ഞു അങ്ങനെ ഒരു ഒട്ടൽ പിടിച്ചൊരു പച്ചരിയാണെന്ന്. അങ്ങനെ ഞങ്ങൾ മാറ്റി പോകാൻ നിന്നപ്പോൾ പെരും മഴ. മാറ്റുന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നാണ്ട് തീരുമാനിച്ച് ഞാൻ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ തിരിച്ചു പോകുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പം പോയിട്ട് ഇനി എന്നാ വരാമെന്നൊന്നും അറിയില്ല. അപ്പം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് നടക്കില്ല ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ. എല്ലാവരും ചോദിക്കും, ഈ മഴയത്ത് കോഴിക്കോട്ടങ്ങാടി പോയിട്ട് എന്ത് കാണാനാണ്, ആരെങ്കിലും ഉണ്ടാവുക, കടകളുണ്ടാവുക, അങ്ങനെയൊക്കെ. പക്ഷേ അച്ഛനും എൻ്റെ ഏട്ടനൊന്നും അങ്ങനെ മടുപ്പിക്കുന്ന ആളുകളൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ പോയിട്ട് വരികയെന്നാണ് പറയുന്ന ടീംസാണ് അവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി. അമ്മക്ക് അങ്ങനെ ഇങ്ങനെ കറങ്ങാൻ പോകാനൊക്കെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് എൻ്റെ കൂടെ. എനിക്കും അതേപോലെ തന്നെ അമ്മേനെയും കൂട്ടി ഇങ്ങനെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ചമ്മലുണ്ട്. SM സ്ട്രീറ്റ് എത്തിയപ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കണ്ടോ, ഇതൊക്കെ കടകളൊക്കെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. കയ്യിൽ നിന്ന് എന്തായാലും പൈസ പോകണ ഒരു ഏരിയ ആണ്. ഏതെടുത്താലും 10, 5, 10, 20, 25 രൂപയുടെ കടകളുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെയൊക്കെയാണ് കാര്യമായിട്ട് ഞങ്ങൾ കയറിയത്. നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ടോ വെച്ചിട്ട് 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ച ടീംസാണ് ഞങ്ങൾ. പക്ഷേ പോയത് 11:30 ഒരു 12:15 ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ SM സ്ട്രീറ്റ് എത്തിയിരുന്നു. ഞങ്ങളെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ സൺഡേ മാളായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ ഒരുവിധം സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ കയറി ഈ കമ്മലുകളൊക്കെ ഐറ്റംസ് കുറേ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അങ്ങനെ ട്രെയിനിലൊക്കെ വരുന്ന സമയത്ത് വെറൈറ്റി സാധനങ്ങളൊക്കെ അവരിങ്ങനെ കൊണ്ടുവരും. ക്രാബ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എൻ്റെ കയ്യിൽ ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പോൾ ഇയറിങ്സും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ഇങ്ങനെ ഈ ബാംഗിൾസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അമ്മനോട് വേണോ, നമുക്ക് ഇഷ്ടമുള്ള എടുത്തോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പം എനിക്ക് അത്ര ഇഷ്ടം തോന്നിയില്ല അതിലൊന്നും. SM സ്ട്രീറ്റിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ ഫുള്ള് ഫുട്ബോളിൻ്റെ ബാനറുകളായിരുന്നു കേട്ടോ. ഓരോ ടീംസിൻ്റെയും ഫ്ലാഗ്സും അതും ഇതൊക്കെ ഫ്ലെക്സൊക്കെ ഉള്ള ഫുൾ ബാനറുകളായിരുന്നു. പിന്നെ ഈ സൺഡേ മാളിൻ്റെ അകത്ത് തന്നെ ഓരോ വിഭാഗങ്ങളാക്കിയിട്ടാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സിൻ്റെത് വേറെ, ചെരുപ്പിൻ്റെ വേറെ, അങ്ങനെയൊക്കെ. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് വീണ്ടും ഇതേപോലെയുള്ള
ഒരു 25 രൂപ 20 രൂപ കട ഉണ്ടാവുമല്ലോ, അതിൽ തന്നെ കയറിയത്. കാര്യമായിട്ടൊന്നും വാങ്ങാനില്ല, എന്നാൽ കണ്ട് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്നേ ഉള്ളൂ. അങ്ങനെ ആണ് ഞങ്ങളെ പ്ലാൻ. വെറുതെ ഒരു രസത്തിന് ഒരു ടൈം പാസ് പർച്ചേസ് എന്നൊക്കെ പറയാറില്ലേ, അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. രാവിലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോകുന്നതായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കയ്യിൽ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു, അത് കുടിക്കേണ്ടെന്നല്ലാതെ മഴയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ദാഹമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നടക്കുമ്പോഴേ ഒരു 1 മണി 1:30 ആയപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വിശക്കാൻ തുടങ്ങിയപ്പം പൊറാട്ടയും ചായയും കഴിച്ചു. വീട്ടിൽ ചോറൊക്കെ ഉണ്ടാക്കി വന്നല്ലേ, അപ്പോൾ പൊറാട്ടയും ചായ കഴിച്ചു. കുറേ നേരം അങ്ങനെ വിശപ്പ് അവിടെ നിൽക്കും. SM സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒയാസിസിൽ പോയിട്ട് എന്തായാലും ഞങ്ങൾ ഈ ഷോപ്പിൽ കയറിയിട്ട് നൂലുകൾ, സൂചി, ചോക്ക്, പിന്നെന്താ വേണ്ടത്, നമ്മൾ ഈ തയ്യലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും അവിടെ നിന്നാണ് വാങ്ങാറുള്ളത് കേട്ടോ. ഹോൾസെയിൽ റേറ്റ് ആണ് നമുക്ക് ആ കടയിൽ നിന്ന് കിട്ടുക, അപ്പോൾ പിന്നെ നല്ല ലാഭമാണ്. ഞങ്ങൾ SM സ്ട്രീറ്റിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 2ാം ഗേറ്റാണ് ഇറങ്ങാറുള്ളത് കേട്ടോ. പിന്നെ SM സ്ട്രീറ്റിൻ്റെ അകത്തുള്ള എല്ലാ ഷോപ്പുകളും എല്ലാ ഭാഗങ്ങളിലൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് പിന്നെ നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് പാളയം മൊയ്തീൻപള്ളി റോഡിൻ്റെ അവിടേക്ക് വന്നിരുന്നാൽ നമുക്ക് ഇഷ്ടം പോലെ ഫറോക്ക് ബസ് കിട്ടും. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ കരുവന്തുരുത്തിയും കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ 2-3 ബസ് ഞങ്ങൾ കാത്തു നിന്ന്, പക്ഷേ കരുവന്തുരുത്തി കിട്ടിയില്ല. ഫറോക്ക് ബസ്സിൽ കയറുകയാണ് ചെയ്തത്. ഇന്ന് വർക്കിംഗ് ഡേ അല്ലാത്തതിനെ കൊണ്ട് അത്ര തിരക്കില്ല. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുമായിരുന്നു. ഇന്നത്തെ ഈ ഒരു പോക്കിൽ എനിക്ക് കിട്ടിയ നല്ലൊരു ബോണസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു പോകുമ്പോഴും. രാവിലെ കുറച്ച് തിരക്കുണ്ട്, നമ്മൾ വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാ പണിയും തീർക്കാനൊന്നും നിന്നിട്ടില്ല. ഭക്ഷണം ഉണ്ടാക്കണം, അതാണല്ലോ പ്രധാനം. അപ്പോൾ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അമ്മ നല്ല ഹാപ്പി ആയിരുന്നു. തിരിച്ചു വരുമ്പോൾ അതിനെക്കാട്ടിലും ഹാപ്പി ആയിരുന്നു. അതാണ് എൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ബോണസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് കല്ലായിലാണ് കേട്ടോ ഞങ്ങളെ തറവാട് ക്ഷേത്രം ഉള്ളത്. അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെ തറവാട് ക്ഷേത്രം കല്ലായിലാണ് കേട്ടോ. ആ ഓവർ ബ്രിഡ്ജ് കയറി ഇറങ്ങുന്ന നേരെ അപ്പുറത്താണ് നമ്മളെ തറവാട് ക്ഷേത്രം ഉള്ളത്. പണ്ട് ഞാനും അമ്മയും കൂടെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോകാറുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഗോളിയറിൽ പോയതിൻ്റെ ശേഷം പിന്നെ അത് ഭയങ്കര മിസ് ചെയ്ത് ഇങ്ങനൊരു ദിവസം വീണ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി. പോകുന്ന വഴിക്ക് അച്ഛൻ്റെ കടയിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ച് നിന്നപ്പോൾ അച്ഛൻ ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. പിന്നെ അച്ഛനോട് 1-2 വർത്താനൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് എന്തൊക്കെയാണ് വാങ്ങിയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. രാത്രി അച്ഛൻ വീട്ടിലേക്ക് വരും, എന്നാലും അങ്ങനെയല്ല, അവിടെ ഒന്ന് ഒപ്പിട്ടിട്ടാൽ ഞങ്ങളെല്ലാവരും വീട്ടിൽ പോകാറുള്ളൂ. അത് സ്ഥിരമായിട്ടുള്ള പണ്ട് മുതലേ ഉള്ള ശീലമാണ്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് നമ്മളെ പുഞ്ചിരി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു. അതുവരെ മഴ പെയ്യാതെ, രാവിലെ ബസ്സിൽ പോകുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നേ. പക്ഷേ വീട്ടിലെത്തണ വരെ ഞങ്ങൾക്കൊരു ശല്യമില്ലാതെ ഒരു ഡിസ്റ്റർബും ഇല്ലാതെ ഞങ്ങൾ യാത്ര അടിപൊളിയാക്കി. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ട്. വീട്ടിലെത്തി കൂടുതൽ നേരമൊന്നും ആയില്ല കേട്ടോ. നല്ല അടിപൊളി മഴ പെയ്തു. ഇനിയൊന്ന് മേലെ എഴുകണം, കുറച്ച് ഫുഡ് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.